ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീമന്നാരായണീയം ദശകം 35 രണ്ടാമത്തെ ശ്ലോകം. ഓം സുഗ്രീവേണ അനുജോക്രിയാം സഭയമഭിയതാവ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷുദ്രുതമഥ ദയിതാമാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വൽപ്രിയ സപ്രയാസൈ. അഥ അതിനുശേഷം അനുജോക്രിയ അനുജൻ്റെ വാക്കനുസരിച്ച് സഭയം ഭയത്തോടു കൂടിയിട്ട് അഭിയത സമീപത്ത് എത്തിയതായിട്ടുള്ള സുഗ്രീവനാൽ വ്യൂഹിതാം വ്യൂഹമാക്കി ചെയ്തതായിട്ടുള്ള ദ്രുതം വളരെ വേഗത്തിൽ ദിക്കുകളിലും ദയിതാമാർഗണായ ഭാര്യയെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവനമ്രാം തലകുലിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ അദ്ദേഹത്തെ വൃക്ഷാണാം വാഹിനിയും വാനര സൈന്യത്തെ വീക്ഷ്യ കണ്ടിട്ട് മോദശാലി വളരെ സന്തുഷ്ടനായിട്ടുള്ള അങ്ങ് സന്ദേശം ഒരു സന്ദേശത്തെ അങ്കുലീയം ച അടയാളമായിട്ട് മോതിരവും അങ്കുലീയം ച ഒരു മോതിരവും പവനസുതകരെ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ്റെ കയ്യിൽ പ്രാദിശഹ അത് കൊടുത്തു, നന്നായിട്ട് കാണിച്ചു ഏൽപ്പിച്ചു. തഥാ ആ സമയത്ത് സപ്രയാസൈഹി പ്രയാസത്തോടു കൂടിയിട്ട് കവിഭിഹി ഈ വാനരന്മാരാൽ ത്വൽപ്രിയ അങ്ങയുടെ പ്രിയയായിട്ടുള്ള സീതയെ മാർഗേ എല്ലാ മാർഗങ്ങളിലും മമാർഗേ നന്നായിട്ട് അന്വേഷണം ചെയ്തു എന്ന് സാരം. അപ്പോൾ അതിനുശേഷം അനുജ ഉക്രിയ ഈ 4 മാസം അവിടെ സുഗ്രീവൻ താരയൊത്ത് രുമ എന്നാണ് സുഗ്രീവൻ്റെ ഭാര്യയുടെ പേര്. താര ബാലിയുടെ ഭാര്യ. താര ആദ്യം സുഗ്രീവൻ്റെ ഭാര്യ ആയിരുന്നു എന്ന് തന്നെ പറയണം. ആ താരയെ പിന്നെ കട്ടെടുത്തു. പിന്നെ ആ താര വീണ്ടും സുഗ്രീവൻ്റെ ഭാര്യയായി. രുമ എന്നുള്ളത് സുഗ്രീവൻ്റെ മറ്റൊരു ഭാര്യയാണ്. ഏതായാലും ഇവിടെ അവർ തമ്മിൽ സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോയത് അറിയണില്ല. കുറേ കാലം ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ രാജാധികാരവും മറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ലേശധികം സുഖത്തിൽ വ്യാപൃതനായി. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടും വരുന്നതാണല്ല. അപ്പോൾ രാമനെ ശുന്ധിയായി. അത് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ലക്ഷ്മണ ഈ സുഗ്രീവൻ വരാത്തത് എന്നൊക്കെ ചോദിച്ചു. അതിന് അന്വേഷിച്ച് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ സുഗ്രീവൻ്റെ അടുത്ത് ലക്ഷ്മണൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല മദ്യസേവയും പിന്നെ സുഖിച്ചുകൊണ്ട് കഴിയുകയാണ് എന്ന് മനസ്സിലായി. തൻ്റെ സത്യത്തെ ഓർമ്മയില്ല, മറന്നിട്ടാണ് കഴിയണത്. ഉത്തരവാദിത്തം കടമകൾ വലുതുണ്ടേ, അതൊക്കെ മറന്നു. പ്രത്യുപകാരം വേണ്ടേ. അങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ ബാലിയെ കൊന്ന അമ്പ് ശ്രീരാമൻ്റെ കയ്യിൽ ഇനിയുണ്ട്, ഒരെണ്ണം കൂടി. ഒരെണ്ണം മുഴുവൻ വേണ്ടിയിട്ടല്ല, എന്നാലും കടമയെ മറക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചുണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പേടിയായി. അപ്പോൾ ലക്ഷ്മണൻ്റെ ഈ ഭാവം കണ്ടപ്പോൾ തന്നെ സുഗ്രീവൻ പേടിച്ചിട്ട് താരയെ പറഞ്ഞയച്ചു. താര ആള് വളരെ നല്ല വിദുഷിയാണ്, നല്ല ജ്ഞാനമുണ്ട്. ഇപ്പോൾ എല്ലാവിധ എല്ലാ ഗുണമുണ്ട്. അതായത് പഞ്ചമാതാക്കളിൽ ഒരാളാണ് താര. അഹല്യ, താര, മണ്ഡോദരി, സീത, പാഞ്ചാലി ഇങ്ങനെയൊക്കെ പഞ്ചമാതാക്കളെന്ന് പറയും. അവിടെ യോനിജ അല്ല, പിന്നെ ദേവി സ്വരൂപം നേരിട്ടാണ്, അങ്ങനെ പലതും ഉണ്ട്. ഒരു ഈശ്വരീ ഭാവമാണ്. അപ്പോൾ ആ താരയും നല്ല വിദുഷിയാണ്, നയചതുരയാണ്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ശുണ്ഠി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ താരയാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ താര നന്നായിട്ട് തന്നെ ലക്ഷ്മണനെ ഉപദേശിച്ചു, അങ്ങനെ തണുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മണനാൽ പറയപ്പെട്ടുകൊണ്ട് വളരെ പേടിയോട് കൂട്ടിയിട്ട് സഭയം അഭിയത സുഗ്രീവൻ വളരെ പേടിച്ചുകൊണ്ട് ഈ ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്തി. ലക്ഷ്മണനും സുഗ്രീവനും കൂടിയിട്ട് വന്നു.
അങ്ങനെ സുഗ്രീവേണ വ്യൂഹിതാം, വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ വ്യൂഹം. അപ്പോൾ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വ്യൂഹങ്ങളാണ്. വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം എന്നാണ്. എന്നാലും അത് സൈന്യത്തിന് ചില വ്യൂഹം നിർമ്മിക്കൽ എന്ന് പറയാറുണ്ട്. ഗരുഡ വ്യൂഹം എന്നൊക്കെ പറഞ്ഞിട്ട്, ത്രികോണം അങ്ങനെ എന്തൊക്കെയുണ്ട്, കുറേ ഉണ്ട്. യുദ്ധം അറിയാവുന്ന ആ രീതിയിൽ യുദ്ധവർണ്ണന സമയത്തൊക്കെ അനവധി വ്യൂഹങ്ങളെക്കുറിച്ച് പത്മവ്യൂഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചക്രവ്യൂഹം, പത്മവ്യൂഹം, ഗരുഡവ്യൂഹം, ത്രികോണം, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വ്യൂഹിതാം അനവധി അത്രയും കൂടുതലുണ്ട് എന്ന് സാരം. സൈന്യം വളരെ വലിയ സൈന്യമാണ്. ഈ കിഷ്കിന്ധയിലുള്ള വാനര സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈന്യമാണ്. അപ്പോൾ അതിനെ ബാലിയാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ സുഗ്രീവനാണ്. അപ്പോൾ സുഗ്രീവൻ അതിൻ്റെ വലിയ നേതാവാണ്. ഒറ്റ രാജാവേ ഉള്ളൂ, സുഗ്രീവൻ മാത്രമേ ഉള്ളൂ വാനരാജാവായിട്ട്. അപ്പോൾ വലിയ സൈന്യം ദ്രുതം വളരെ വേഗത്തിൽ ദിക്ഷു. ദിക്ഷു എന്ന് വെച്ചാൽ ദിക്ക്, വിദിക്ക്. ദിക്ക് എന്ന് പറയുമ്പോൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. വിദിക്ക് എന്ന് പറയുമ്പോൾ അഗ്നികോൺ, നിരുതികോൺ, വായുകോൺ, ഈശാനകോൺ, ഇങ്ങനെ 4 കോൺ. അതാണ് ദിക്ക്, വിദിക്ക്. അപ്പോൾ അവിടെ ദിക്കുകളിൽ എല്ലാ ദിക്കിലേക്കും എന്ന് സാരം. ഇവിടെ 4 ദിക്കിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുള്ളൂ. 4 ദിക്കിലേക്കും പറഞ്ഞയച്ചാലും അത് 8 ദിക്കിലേക്കും തിരയുന്ന മട്ട് തന്നെയാണ് ഇനിയും യാത്ര. അപ്പം അങ്ങനെ ദിക്ഷു, ദിക്കുകളിലും ദയിതാമാർഗനായ സീത അന്വേഷണത്തിനായിട്ട്. ദയിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, ഏറ്റവും ഇഷ്ടം, ഏറ്റവും പ്രേയസി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ് ദയിത. അപ്പോൾ അത് ഭാര്യയാണ് ദയിത. അപ്പോൾ ആ ഭാര്യ ഇപ്പോൾ കാണാമല്ലോ, സീതയെ കാണാനില്ല. അപ്പോൾ ആ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദയിതാമാർഗനായ സീതയെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ സൈന്യത്തെ പറഞ്ഞയച്ചു. അവനമ്രാം, തല കുനിച്ച് നിൽക്കുകയാണ് ആര്? സുഗ്രീവൻ. അപ്പോൾ ഇത് ഹനുമാനാൽ എല്ലാ വാനര സൈന്യങ്ങളെയും കൊണ്ടുവരിക്കപ്പെട്ടു. ആ സൈന്യങ്ങളെ മുഴുവൻ സുഗ്രീവൻ ഈ രാമൻ്റെ നിർദ്ദേശപ്രകാരം 4 ദിക്കിലേക്കായിട്ട് നേതാക്കളോട് കൂടിയിട്ട്, ഓരോ ദിക്കിലേക്കും ഓരോ നേതാവുണ്ട്. അങ്ങനെ എല്ലാ ദിക്കിലേക്കും എല്ലാ നേതാക്കന്മാരെയും വിട്ടിട്ട് കാര്യമില്ല. തെക്കേ ദിക്കിലേക്ക് വിട്ടത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഹനുമാൻ നേതാവായിക്കൊണ്ട് ഹനുമാൻ, ജാമ്പവാൻ, അങ്കദൻ, ഇങ്ങനെയുള്ള വലിയ സംഘം. അങ്കദൻ ബാലിയുടെ പുത്രനാണ്, താരയിലുണ്ടായ പുത്രനാണ്. അങ്കദനാണ് അടുത്ത രാജകുമാരൻ, അല്ലാണ്ട് സുഗ്രീവൻ്റെ പുത്രനായിട്ടുള്ള ആരെങ്കിലും അല്ല. രുക്മേ അതിലുള്ള മകനല്ല. താരയുടെ ബാലിയുടെ പുത്രനാണ് അങ്കദൻ. ആ അങ്കദനാണ് ഈ അടുത്ത കിരീടാവകാശി. അപ്പോൾ ആ അങ്കദൻ രാജകുമാരനുണ്ടെന്ന് സാരം. അങ്ങനെ സുഗ്രീവൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് താം ആ വലിയ ഋക്ഷാണാം വാഹിനിയും, അവിടെ ഋക്ഷം എന്നുള്ളത് സ്വതേ ഈ വാനരന്മാരും കരടികളും 2 പേരും കൂടിയിട്ടാണെന്ന് പറയാറുണ്ട്. ജാമ്പവാൻ സ്വതേ കരടിയാണ്. അപ്പോൾ ആ കുരങ്ങ് വർഗ്ഗങ്ങൾ മുഴുവൻ ഒന്ന് കൂട്ടാം. 2 കാലുമ്പിലും നടക്കും, 4 കാലുമ്പിലും നടക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള മിക്കവാറും എല്ലാം 2 കാലുമ്പിൽ നടക്കുന്നതായിട്ടുള്ള രീതിയിലാണ് സ്വതേ ഒരു വിന്യാസം. എന്നാലും അവർ 4 കാലം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്കത് വിഷയമില്ല, വാനരവർഗം എന്ന് കൂട്ടിയാൽ മതി. അത് ഒരു കുറച്ച് ബൃഹത്താണത്. ഏതായാലും അതുകൊണ്ടാണ് ഋക്ഷാണാം വാഹിനിയും എന്ന് പറയാനുള്ള കാരണം. ആ വലിയ സൈന്യത്തെ വീക്ഷ്യ ശ്രീരാമൻ കണ്ടു. ഹനുമാനെ കൊണ്ടുവരപ്പെട്ട് സുഗ്രീവൻ്റെ ആജ്ഞ കാത്തു നിൽക്കുന്നതായിട്ട് വലിയ സൈന്യത്തെ കണ്ടു. മോദശാലി, അപ്പോൾ വളരെ സന്തോഷമായി ശ്രീരാമൻ. സന്ദേശം, അപ്പോൾ സീതയ്ക്കുള്ളതായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഹനുമാനയിൽ മാത്രമേ കൊടുക്കാൻ ധൈര്യമുള്ളൂ, പറ്റുള്ളൂ. ശങ്കരാംശമായിട്ടുള്ള ഹനുമാൻ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം കടൽ കിടക്കൊക്കെ വേണ്ടേ. അതൊക്കെ ശ്രീരാമൻ അറിയാം. ഈശ്വരത്വം കാണിക്കാത്തത് കൊണ്ട് പറയണില്ല, അറിഞ്ഞൊന്നും അടിക്കണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹനുമാനെ വിളിച്ചുകൊണ്ട് ഈ അങ്കുലീയം അടയാളവാക്യമായിട്ട് ഈ അങ്കുലീയം കൊടുത്തു. മറ്റേ മുദ്രം അത് കൊടുത്തതിന് ശേഷം പവനസുതകരെ ഈ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം പ്രാതിശഹ നന്നായിട്ട് ഏൽപ്പിച്ചു എന്നാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. സീതയെ കണ്ടു കഴിഞ്ഞാൽ ഇത് കൊടുക്കണം, തിരിച്ച് അടയാളവാക്യം ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. തഥാ അതിനുശേഷം അപ്പോൾ സപ്രയാസൈഹി വളരെ പ്രയാസത്തോടു കൂടിയിട്ട് കപിഭിഹി ഈ മഹാസൈന്യമായിട്ടുള്ള വാനരന്മാരാൽ ത്വൽപ്രിയ അങ്ങയുടെ പ്രിയയായിട്ടുള്ള സീതയെ മാർഗേ മമാർഗേ എല്ലാ മാർഗങ്ങളിലും പ്രത്യേകമായിട്ട് അന്വേഷിക്കപ്പെട്ടു. അവിടെ വിഷമത്തോടു കൂടിയത് എന്ന് പറഞ്ഞത് അവർക്ക് ചെയ്യാൻ വിഷമമുള്ള കാര്യങ്ങളും കൂടി അവർ ചെയ്തു എന്നും, അതേപോലെ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ
എല്ലാ ഗുഹകളിലും തൊട്ട് സകല ദിക്കിലും തെരഞ്ഞു. മരത്തിൻ്റെ മുകളിലായാലും ഗുഹയിലായാലും വെള്ളത്തിൻ്റെ ഉള്ളിലായാലും ഒക്കെ തിരയാൻ പറ്റും ഇവർക്ക്. ഒളിപ്പിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. അതിനെയാണ് സൂചിപ്പിച്ചത് വിഷമിച്ച് എന്നുള്ളത്. അവർ സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരഞ്ഞത്. എത്ര വിഷമം പിടിച്ചതായിട്ടുള്ള സ്ഥലത്ത് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കും എന്ന അർത്ഥത്തിലാണ് ഈ സപ്രയാസൈഹി കവിഭി എന്ന് പറഞ്ഞത്. കവികൾക്ക് വിഷമമുണ്ടായി എന്നുള്ളതല്ല, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്ഥലത്തു കൂടി നിഷ്പ്രയാസം അവർ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ എടുത്ത് തിരയുകയാണ് ഉണ്ടായത്. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അങ്ങനെ തിരഞ്ഞു എന്ന് ഈ ശ്ലോകം കൊണ്ട്. അഥ അനുജോക്രിയ സഭയം അഭിയത സുഗ്രീവേണ വ്യൂഹിതാം ദ്രുതം ദിക്ഷു ദയിതാ മാർഗണായ അവനമ്രാം താം ഋക്ഷാണാം വാഹിനീം വീക്ഷ്യ മോദശാലി സന്ദേശം അങ്കുലീയം ച പവനസുതകരെ പ്രാദിശഃ തഥാ സപ്രയാസൈഃ കവിഭിഃ ത്വൽപ്രിയ മാർഗേ മാർഗേ മമാർഗേ എന്ന് അന്വയം. സുഗ്രീവേണ അനുജ ഉക്രിയ സഭയം അഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതം അഥ ദയിത മാർഗണായ അവനമ്രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരെ പ്രാദിശഃ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിഭിഃ അപി തഥാ ത്വൽപ്രിയ സപ്രയാസൈഃ. മുറിക്കാൻ അധികമില്ല. പദച്ഛേദം. മാർഗേ മാർഗേ മമാർഗേ എന്നുള്ളത് എല്ലാ വഴികളിലും എന്ന് വെച്ചാൽ വഴികളിൽ തിരഞ്ഞു എന്നുള്ളതല്ല, എവിടെയൊക്കെയാണോ ഒളിപ്പിക്കാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ, ഗുഹയിലായാലും മരത്തിൻ്റെ മുകളിലായാലും അങ്ങനെ പലതുമുണ്ട്. പലതും ഈ ഒളിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലാണ്. കാണാനില്ലാത്ത ഒരാളെ തിരയുമ്പോൾ അങ്ങനെയൊക്കെയാണ് തിരയുക. അങ്ങനെ മാർഗേ മാർഗേ എല്ലാ സ്ഥലങ്ങളിലും എന്ന അർത്ഥത്തിലാണ്, അല്ലാണ്ട് വഴിയിലൂടെ തിരഞ്ഞു എന്നുള്ളതല്ല. മമാർഗേ എന്ന് വെച്ചാൽ അന്വേഷിക്കപ്പെട്ടു എന്ന് സാരം. മമാർഗേ അന്വേഷണം ചെയ്തു, അവിടെ ഉണ്ടോ എന്ന് നോക്കി. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ ദയിതാ മാർഗണായ അവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തഥാ ത്വൽപ്രിയ സപ്രയാസൈ. ഇനി മൂന്നാമത്തെ ശ്ലോകം. ത്വദ്വാർത്താ കർണനോദ്യത് ഗുരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരിജനഗജാം വീക്ഷതത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണസോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. അവിടെ ലങ്കാ ദഹനമൊക്കെ കഴിച്ച് തിരിച്ച് വന്നതായിട്ടുള്ള സുന്ദരകാന്ഡം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ത്വദ്വാർത്താകർണനോദ്യൽ ഗുരുദുരുജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധി എന്ന ഒറ്റ വാക്കായിട്ടാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങയുടെ വാർത്തയുടെ വാർത്ത അങ്ങയുടെ വാർത്തയുടെ ആകർണനം കൊണ്ട്, ആകർണം വെച്ചാൽ കേൾക്കുക, ത്വത് വാർത്ത ആകർണന അങ്ങയുടെ വാർത്തയെ കേട്ടുകൊണ്ട്, പിന്നെ ഉദ്യത് ഉണ്ടായതായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നതായിട്ടുള്ള, ഗരുത്തിനാൽ ചിറകിനാൽ, ത്വത് വാർത്ത ആകർണന ഉദ്യത് ഗരു ആ ഉണ്ടായതായിട്ടുള്ള ഒരു ചിറക്, പറക്കാനുള്ള ഒരു ഉത്സാഹം. ഉരുജവ അത് എത്രത്തോളം വളരെ വേഗത്തിൽ എന്നർത്ഥം. ജവാൽ എന്ന് പറഞ്ഞാൽ വേഗം. ഉരുജവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ. പിന്നെ സമ്പദിക്കുന്ന രീതിയിൽ ഗരു ദുരു ജവ, അതായത് ഗരു എന്നുള്ളത് പറക്കാനുള്ള ചിറക് എന്നുള്ള സാരം. ഹനുമാന് യാത്രയാവാനുള്ള ഒരു യോഗശക്തി അതാണ്. അത് ഭഗവാന്റെ ഈ ഉപദേശം കേട്ടപ്പോഴാണ്. ത്വത് വാർത്ത ആകർണന ഉദ്യത് ഉയർന്നതായിട്ടുള്ള ഗരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ചിറക്. ചിറകച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചത് വായുവിൽ പറക്കാൻ കഴിയും. വായുപുത്രനായിട്ടുള്ള ഹനുമാന് യോഗശക്തിയുണ്ട്. പ്രത്യേകമായിട്ട് പല ശക്തികളുണ്ട്. ശങ്കരാംശമാണ്. ആ ഗരുത്തിനാൽ, ഈ ചിറകിനാൽ ഉരുജവ വളരെ വേഗത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള മനോവേഗത്തോട് കൂടിയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ മനോവേഗത്തോട് കൂടിയിട്ടാണ് സഞ്ചരിച്ചത് ഈ ഹനുമാൻ. അങ്ങനെ ഉരുജവ. പിന്നെയോ ഉരുജവ സമ്പാദി. സമ്പാദി വാക്യം. സമ്പദിക്കുന്ന എന്ന് വെച്ചാൽ അങ്ങനെ പറന്നു പോകുന്ന. ഗരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറക്. സമ്പതി എന്നുള്ളത് ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോവുകയാണ്. അങ്ങനെ പോകുന്നതായിട്ടുള്ള ഈ ഹനുമാൻ സമ്പാദി വാക്യം കേട്ട് പ്രോത്തീർണ. സമ്പാദിയുടെ ഈ വാക്യം കേട്ടപ്പോൾ പ്രോത്തീർണമായിട്ടുള്ള, ചാടിക്കടക്കപ്പെട്ടതായിട്ടുള്ള അർണോധി, ഈ സമുദ്രം, സംസാര അർണവം, ഭവാർണവം. അർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രമാണ്. ഭവാർണവം അപ്പോൾ സമുദ്രമാണ്. ഇവിടെ ഗരുദുരു ജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധി. പ്രോത്തീർണ അർണോധി. പ്രോത്തീർണം എന്ന് പറഞ്ഞാൽ ചാടിക്കടന്ന. ഉത്താരണം ചെയ്യുക അങ്ങനെ കിടക്കുക. പ്രോത്തീർണ. അങ്ങനെ ഉത്താരണം ചാടിക്കടന്നതായിട്ട് ഈ സമുദ്രത്തെയാണ് ചാടിക്കടന്നത്. ഒരു ചാട്ടം മനോവേഗത്തിൽ അവിടെ എത്തിയെന്നർത്ഥം. അത്ര അങ്ങനെയാണ്. അങ്ങനെ പറന്നു പോകുന്ന, ചാടിക്കടന്നതായിട്ടുള്ള അർണോധിയോട് കൂടിയിട്ട് ഈ കടൽ കടന്നു എന്ന് സാരം. അപ്പോൾ വളരെ കൂടുതൽ വാക്കുകൾ ഇതിലുണ്ട്. ഭഗവാന്റെ ഈ ആജ്ഞയാകുന്ന സന്ദേശത്തെ കേട്ട് പിന്നീട് ഉണ്ടായതായിട്ടുള്ള ചിറകുകൾ പോലെയുള്ള ശക്തി. കാണുന്നില്ല ചിറക്, യോഗശക്തി കൊണ്ടാണ്. അതേപോലെ അണിമ, ലഘിമ, ഗരിമ ഇതൊക്കെ അഷ്ടാംഗ യോഗങ്ങൾ മുഴുവനെ സ്വായത്തമാണ് ഹനുമാൻ. സൂര്യൻ്റെ ശിഷ്യനാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഹനുമാൻ ഈ ചിറക് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പറന്നു പോയി. അങ്ങനെ കടൽ കടന്നു. അതെങ്ങനെയാണ് കടൽ കടന്നത്? സമ്പാദിയുടെ വാക്ക് കേട്ട് കടൽ കടന്നു എന്നാണ്. സമ്പാദിയുടെ അടുത്ത് വാനരന്മാരും ഹനുമാനും ഒക്കെ കൂടിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സീതാന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ സമ്പാദിക്ക് ഈ കഴുകൻ എന്നുള്ള നിലയ്ക്ക് അകലെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. കണ്ണ് അത്ര സൂക്ഷ്മ. സമ്പാദി സൂര്യനെ തിന്നാൻ വേണ്ടിയിട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ സൂര്യൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചിറക് കരിഞ്ഞിട്ട് താഴെ വീണതാ. അപ്പോൾ ഒരു മഹർഷി, സുഹൃത്തായിട്ടൊരു മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് എപ്പോഴാണോ രാമകഥ പറയാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, രാമനെ സഹായിക്കുവാൻ എന്തെങ്കിലും ഒരു വാക്കുകളെ കൊണ്ടെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ ഈ ചിറക് വീണ്ടും മുളച്ചു വരും എന്നുള്ള അനുഗ്രഹം. അപ്പോൾ സമ്പാദി ഇങ്ങനെ കാത്തിരിക്കുക. ആ സമ്പാദിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സമ്പാദി അടുത്ത് വരുന്ന എല്ലാവരെയും തിന്നും. കഴുകനാണ്. ഈ വാനരനെയൊക്കെ തിന്നാന്നുള്ളത് വളരെ നിസ്സാരമാണ്. അല്ലെങ്കിലും കഴുകന്മാർക്ക് വാനരനെയാണ് ആഹാരം. കുരങ്ങനെ തിന്നലാണ് ഈ കഴുകൻ്റെ പ്രധാന ആഹാരം. അതാണ് വളരെ ഇഷ്ടമാണ്. പിന്നെ ഒരു മരത്തിന് ചാടി വേറൊരു മരത്തിലേക്ക് ചാടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴുകന് വളരെ എളുപ്പമാണ്. ചെറിയ കഴുകനല്ല, ഇത് വലിയ കഴുകനാണ്. അപ്പോൾ ഒരു കുരങ്ങനെ, എത്ര വലിയ കുരങ്ങനായാലും വന്നിട്ട് ആ കൊക്ക് കൊണ്ടും കാലിൽ വിരൽ കൊണ്ടും ഈ കുരങ്ങനെ പിടിക്കാൻ ഒരു പ്രയാസമില്ല. അടക്കി പിടിക്കും. കുരങ്ങനൊന്നും കിട്ടിയാൽ പറ്റില്ല. മാത്രമല്ല അത് കൊത്തി കൊത്തി തിന്നുകയും ചെയ്യും. വലിയ കുരങ്ങനായാലും മുഴുവൻ തിന്നുകയും ചെയ്യും. കാരണം വലിയ വിശപ്പാണ് പക്ഷികൾക്ക്. എന്ത് കഴിച്ചാലും ദഹിക്കുകയും ചെയ്യും. അപ്പോൾ കുരങ്ങനാണ് പ്രധാനപ്പെട്ട ആഹാരം, ഇഷ്ടഭോജ്യം. ആ കഴുകൻ്റെ മുമ്പിലേക്കാണ് ഇവരെ എല്ലാവരും കൂടിയിട്ട് വന്നത്. അപ്പോൾ സമ്പാദി പറയുകയാണ്, ഇനി ആഹാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിറകില്ല, എങ്ങനെ നടന്നാലും എവിടേക്കും ക്ഷീണമുണ്ട്, എങ്ങനെ നടന്നാലും എത്തൂല. അപ്പോൾ എനിക്കുള്ള ആഹാരം എന്താ, ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നു തന്നിരിക്കണു. ഇനി അനവധി കാലത്തേക്ക് തിന്നാൻ ഈ സൈന്യം, വാഹന ഈ ഇതുണ്ടല്ലോ, വാനര സൈന്യം ഉണ്ടല്ലോ,
അതിന് അവിടെ സ്കൂട്ടെന്നുള്ള അർത്ഥമല്ല, എന്നുള്ള സൈന്യം, യുദ്ധം ചെയ്യാനുള്ള സൈന്യം എന്നുള്ള നിലക്കല്ല. അപ്പോൾ സന്തോഷമായിട്ടിങ്ങനെ ഇത് പറയുകയാണ്. ഇത് പറയുമ്പോൾ വാനരന്മാർക്ക് 3 കാര്യങ്ങളിൽ പേടി ചെയ്യുന്ന. മുമ്പിൽ കടൽ, തുഴഞ്ഞതിന് വെള്ളം കണ്ടാൽ വലിയ പേടിയാണ്. കടലാണ്, ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. പിന്നെ തന്നെ തിന്നാൻ നിൽക്കുന്നതായിട്ടുള്ള കഴുകൻ സമ്പാദി. ഒപ്പം എന്നാൽ പിന്നാക്കം തിരിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോയിക്കളയാൻ വെച്ചാലോ അതിന് പറ്റുമോ? അതിനും പറ്റില്ല. സുഗ്രീവാജ്ഞയാണ്. അവിടെ ചെന്നാൽ മരണം ഉറപ്പാണ്. സുഗ്രീവാജ്ഞയാകുന്ന മരണം, കഴുകൻ്റെ കൈ കൊണ്ടുള്ള തീറ്റ, അങ്ങനെ ഭക്ഷണമാകുന്ന മരണം, കടൽ ഒന്നും ചെയ്യാൻ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ കടലിൻ്റെ ആകുന്ന മരണം, 3 മരണത്തെ, 3 മരണം വരുന്നതായിട്ടുള്ള 3 വഴികൾ. എവിടേക്കും പോകാൻ നിർത്തിയില്ല. അപ്പോൾ കുറഞ്ഞന്മാർ സമാധാനിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് എപ്പോഴാച്ചാൽ മരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം കേൾക്കുകയാണ്. സീതാന്വേഷണത്തിന് വന്നിട്ട് ഇതായില്ലോ ഫലം. മറ്റേ ജടായു വളരെ ഭാഗ്യം ചെയ്തയാളാണ്. ശ്രീരാമൻ്റെ കൈ കൊണ്ട് മുക്തി കിട്ടിയല്ലോ, ശ്രീരാമനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചുല്ലോ. അപ്പോൾ ജടായുവിനെ ശ്രീരാമൻ സഹോദര സ്ഥാനത്ത് കണ്ടു, മുക്തി കിട്ടി, പിണ്ടം വെച്ചു. അപ്പോൾ നമുക്ക് അതിനും കൂടി യോഗമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഈ സമ്പാദി എൻ്റെ സഹോദരൻ്റെ കാര്യം ആരാ പറയണത് എന്ന് വിസ്തരിച്ച് ചോദിച്ചപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു. രാമൻ വന്നത്, കാട്ടിലെത്തിയതും, സീത അപഹരിക്കപ്പെട്ടതും, ജടായു രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് ചേരകരിഞ്ഞ് താഴെ വീണതും, ശ്രീരാമൻ വന്ന് മുക്തി കൊടുത്തതും. ജടായുസ്തുതി വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മബന്ധം തീരാൻ ഭീഷ്മസ്തുതി പോലെയാണ്. അപ്പം അങ്ങനെയുള്ള ആ ജടായുവിൻ്റെ സഹോദരനാണ് സമ്പാദി. ഇത് പറഞ്ഞതോട് കൂടിയിട്ട് വാനരന്മാരെ ഇഷ്ടമായി. നിങ്ങളുടെ ഉദ്ദേശം സാധിക്കൂട്ടോ എന്ന് ഋഷിവാക്യത്തെ സ്മരിച്ചുകൊണ്ട് രാമൻ്റെ കഥ കേൾക്കുകയും ചെയ്തു. രാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്കൊന്ന് നോക്കിയപ്പോൾ സീത ശംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. അത് സീത തന്നെയാണ് ഉറപ്പ് എന്ന് അർത്ഥോക്തിയോട് കൂടിയിട്ട് പറഞ്ഞു എന്നാണ്. കാരണം സീതയെ സമ്പാദി കണ്ടിട്ടില്ല. ലക്ഷണങ്ങളെ കൊണ്ട് അത് സീതയാവാനാണ് സാധ്യത. കാരണം ദുഃഖിച്ചാണ് ഇരിക്കുന്നത്. ഏകവസ്ത്രധാരി വെച്ചാൽ അത്രയും അങ്ങനെയാണ്. സൂക്ഷ്മതയുണ്ട്, നല്ലോണം മനസ്സിലായി. ദുഃഖമാണ്. അത് കണ്ടാൽ വിരഹ ദുഃഖമായിട്ട് തോന്നുകയും ചെയ്യും. രാക്ഷസിമാരാണ് 4 പുറം നിൽക്കുന്നത്. അപ്പോൾ അവരും സീതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, വളരെ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ കാവൽ നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കണമെങ്കിൽ ഇത് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള നിങ്ങളുടെ സ്വാമിയുടെ പത്നി തന്നെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും അവിടേക്ക് എനിക്ക് പോകാൻ നിവൃത്തിയില്ല, ചിറകില്ല, പിന്നെ ആജ്ഞയില്ലല്ലോ, ആജ്ഞയില്ലാണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിറകില്ല, അങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല. ആജ്ഞയില്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാനും നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഒരാൾ അങ്ങോട്ട് പോയിക്കോളൂ, അത് തന്നെ ഉറപ്പ് വരുത്തണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ജടായുവിന് മറ്റേ സമ്പാദിക്ക് ചിറക് വന്നു. സമ്പാദി പറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആ സമ്പാദിവാക്യം സീത അവിടെയുണ്ട് എന്നുള്ളതാണ്. ഈ സമ്പാദിവാക്യം കേട്ടപ്പോൾ പ്രോത്തീർണ അർണോതി, ഈ സമുദ്രത്തെ തരണം ചെയ്തു ഹനുമാൻ തൻ്റെ യോഗശക്തി കൊണ്ട്, ജാംബവാൻ്റെ പ്രേരണ കൊണ്ട്. അവിടെ ജാംബവാൻ എന്താ ചെയ്തത്? കുട്ടിക്കാലത്ത് ഹനുമാൻ ജനിച്ച സമയത്ത് സൂര്യനെ തിന്നാൻ വേണ്ടി പഴാണോ വിചാരിച്ചിട്ട് ചാടി മുകളിലേക്ക്. അപ്പോൾ ശങ്കരാംശാണ്, എന്താ ചെയ്യാൻ ശരിയ. ദേവേന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു, അത് ഹനുമാൻ്റെ താടിയിൽ കൊണ്ടു. അപ്പോൾ താടിയിലൊരു അടയാളമായി. ആ അടയാളം ആണ് ഹനുവിൽ അടയാളമുള്ളതായത് കൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് ഉണ്ടാവാനുള്ള കാരണം. ഹനുമാനെ അറിയപ്പെടുന്നത് ഈ താടിയിൽ വജ്രപ്രയോഗം നടത്തിയ അടയാളമുണ്ട്, അതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള ആ പേര് വരാനുള്ള കാരണം. അപ്പോൾ ആ ഹനുമാൻ ഈ സമുദ്രത്തെ തരണം ചെയ്തു. എന്നിട്ടോ അന്തർനഗരി, ലങ്കയുടെ ഉള്ളിലേക്ക്, പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണ്. അന്തർനഗരി, ലങ്കയുടെ ഉള്ളിലേക്ക് ജനകജാം അവിടെ കടന്നു കഴിഞ്ഞപ്പോൾ ശംശഭാവൃക്ഷത്തിൽ
അവിടെ അശോകവനികയിൽ ഈ ജനകജയെ, ജനകൻ്റെ പുത്രിയെ, ജനകന് ഉണ്ടായതായിട്ടുള്ള സീതയെ വീക്ഷ്യ കണ്ടു. അങ്കുലീയം ദത്വ, ശ്രീരാമൻ കൊടുത്തതായിട്ടുള്ള ഈ അടയാളമോതിരം, മുദ്രമോതിരം കൊടുത്തു. ഉദ്യാനം, രാവണൻ്റെ അശോകവനിക എന്ന ആ ഉദ്യാനത്തെ മുഴുവനും പ്രക്ഷുദ്യ അടിച്ചു പൊടിച്ചു, അല്ലെങ്കിൽ നശിപ്പിച്ചു, മുഴുവനായിട്ട് നശിപ്പിച്ചു. പ്രക്ഷുദ്യ അക്ഷക്ഷപണ ചണരണ, അക്ഷകുമാരനെ കൊന്നത് കാരണം ഉണ്ടായിട്ടുള്ള യുദ്ധം, രണം. അവിടെ അക്ഷക്ഷപണ, അക്ഷകുമാരനെ കൊന്നത് കൊണ്ട് ചണരണ, അക്ഷക്ഷപണ ചണരണ, അക്ഷകുമാരനെ കൊന്നത് കാരണം ഉണ്ടായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ആ യുദ്ധം മറ്റുള്ളവർക്ക് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായില്ല. അക്ഷകുമാരന് അനവധി യോഗ്യതകളുണ്ട്. അത് സ്വതേ അധികം വിസ്തരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ രാമായണത്തിൽ. അക്ഷകുമാരനും മേഘനാഥനും ഒക്കെ മഹാകേമന്മാരാണ്. മേഘനാഥന് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് അതിനെ കുറച്ച് അധികം പറഞ്ഞു. അക്ഷകുമാരൻ്റെ ലാഘവത്വം ഒന്നാമത് ചെറുത് എന്നുള്ള നിലയ്ക്കും, രണ്ടാമത് ഹനുമാന്റെ മുമ്പിൽ അക്ഷകുമാരൻ ഒന്നുമല്ല എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് അത് വിസ്തരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഹാകേമനാണ് അക്ഷകുമാരൻ. അപ്പോൾ ആ അക്ഷകുമാരനെ ഇതേപോലെ ഒടുക്കത്തെ ഉണ്ണിയാണ്. മണ്ഡോദരിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ആളും ഈ അക്ഷകുമാരനാണ്, രാവണൻ്റെ പുത്രൻ. ഈ മേഘനാഥൻ രാവണൻ്റെ പുത്രനല്ല, അത് ശങ്കരാംശാണ്, ശിവാംശാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുണ്ടില്ല എന്നല്ല, മൂത്തപുത്രനാണ്, ഇല്ല എന്നല്ല. എങ്കിലും ഈ അക്ഷകുമാരനോടുള്ള സ്നേഹം അത് അനവധി എന്തായാലും പറയുക യോഗ്യതകളും അക്ഷകുമാരനുണ്ട്. ആ അക്ഷകുമാരനെ ഒരു പ്രയാസവും കൂടാതെ കണ്ട് അതിഭയങ്കരനായിട്ടുള്ള അക്ഷകുമാരനെ നന്നായിട്ട് യുദ്ധം ചെയ്തു എന്നാണ്. യുദ്ധം ചെയ്ത അക്ഷകുമാരനായിട്ടാണോ ശരിയാ? താൻ വന്നത് രാവണനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭീകരത ഹനുമാനെ കാട്ടി. ഹനുമാൻ അങ്ങനെ കാണിച്ചപ്പോൾ അതിനെ ഒരു ഭീകരത അത്ര വന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ അക്ഷകുമാരനെ കൊന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഭീകരയുദ്ധം. സോഢബന്ധ, അപ്പോൾ മേഘനാഥൻ തന്നെ നേരിട്ട് വന്നിട്ട് ഈ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഹനുമാനെ കെട്ടി. ഹനുമാനെ വധിക്കണം എന്നാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് നിയമമില്ല. അപ്പം അതുകൊണ്ട് വധിച്ചില്ല. ആരാ വന്നതെന്ന് അറിയണം എന്ന് രാവണൻ പറയുകയും ചെയ്തു, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാരണം ബ്രഹ്മാസ്ത്രം കൊണ്ട് കെട്ടാണ് ഉണ്ടായത്. ബ്രഹ്മാസ്ത്ര പ്രയോഗം എന്നുള്ളത് മോഹാലസ്യപ്പെടുത്തുക എന്നുള്ളൊരു സന്ദർഭം ഉണ്ടായത്. ഹനുമാന് ജീവിതത്തിൽ ബ്രഹ്മാസ്ത്രം ഏൽക്കാനുള്ളൊരു യോഗമുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു, 3.25 നാഴിക നേരം അങ്ങക്ക് ഇതിൻ്റെ പ്രഭാവം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അങ്ങ് അതിൽ നിന്ന് ഉണരും എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും. സാധാരണ ബ്രഹ്മാസ്ത്രം കഴിഞ്ഞാൽ മരിക്കുക, അത്രയേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ രാവണനെ ദശാസ്യം ദൃഷ്ട, ഈ ഹനുമാനെ മേഘനാഥൻ ഇതേപോലെ ബ്രഹ്മാസ്ത്രം കൊണ്ട് കെട്ടിയിട്ട് എല്ലാ രാക്ഷസന്മാരും കൂടിയിട്ട്, സൈന്യം എല്ലാവരും കൂടിയിട്ട് ഹനുമാനെ ഏറ്റി. അങ്ങനെ രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവന്നെത്തി, സഭയിൽ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോഴേക്കും ഇവിടെ ഉണർന്നിറക്കണം. അത് കാരണം നിന്നു. അവിടെ കൊണ്ടിടാന്നാണ് നിരീക്ഷിച്ചത്, പക്ഷെ അപ്പോഴേക്കും ഉണർന്നു. ദശാസ്യം ദൃഷ്ട, രാവണനെ നേരിട്ട് കണ്ടു. ലങ്കാം, എന്നിട്ടോ ആ ലങ്കയെ പ്ലുഷ്ടുവാച്ച, ദഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രാവണൻ എപ്പോഴും ക്രോധശാലിയാണ്, കാമിയാണ്. ഹനുമാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. കാരണം തൻ്റെ സാരക്കുട്ടനെ വധിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അശോകവനിക അത് നശിപ്പിച്ചു, അനവധി സൈന്യങ്ങളെ വധിച്ചു. തൻ്റെ ലങ്കയിൽ ഒരു ഈച്ചയ്ക്ക് പോലും തൻ്റെ അനുവാദം ഇല്ലാതെ കണ്ട്, ലങ്കാലക്ഷ്മി അവിടെ ഉണ്ട്, ആ ലങ്കാലക്ഷ്മിയുടെ അനുവാദം ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ആ ലങ്കാലക്ഷ്മിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഹനുമാന്റെ അനുഗ്രഹം കൊണ്ട് ലങ്കാലക്ഷ്മിക്ക് ഈ രാവണൻ്റെ തടവറ ഒഴിവാക്കി പോകാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ശുണ്ഠിക്ക് കാരണമായി. ഇങ്ങനെ ലങ്കയെ അതിക്രമിച്ച് വന്നതായിട്ടുള്ള ആ ഹനുമാനെ കൊല്ലാനിട്ട് നിവൃത്തിയില്ല. വിഭീഷണൻ പറഞ്ഞു കൊല്ലരുതാണ്, ദൂതനായിട്ടാണ് വരിക. അതുകൊണ്ട് രാവണൻ്റെ ശക്തി അവിടെ ചെന്ന് പറയാൻ ഒരാൾ വേണ്ടേ എന്നാണ് സൂത്രം പ്രയോഗിച്ചത്.
രാവണന്റെ ശക്തിയെക്കുറിച്ച് രാമനോട് ചെന്ന് പറയാൻ ഈ ദൂതനെ വധിക്കണ്ട, വിട്ടയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അഭിമാനത്തിന് മുറിപ്പെടുത്താം എന്ന് അശ്വത്ഥാമാവിനെ ചിത്രവധം ചെയ്ത പോലെ താടി മീശയൊക്കെ പഠിച്ചു, ചൂടാരത്നം എടുത്തു, പറഞ്ഞയച്ചു. തലയിലൊരു രത്നമുണ്ട്, അപ്പോൾ അതിനെ പറഞ്ഞയച്ചു. എടുത്തിട്ടാണ് അശ്വത്ഥാമാവിനെ വിട്ടത്, ഉണങ്ങാത്ത മുറിവായിട്ട്. ശിരോരത്നം, ചൂടാരത്നം ആയപ്പോഴേക്കും ശിരസിൽ കൃത്രിമമായിട്ട് അണിയുന്ന ഭാവമായി, മറ്റത് ജന്മന ഉള്ളതാണ് ശിരോരത്നം. ഏതായാലും ഇവിടെ ഈ അഭിമാനം, ഇപ്പോൾ വാനരന് വാലാണ് അഭിമാനം, അതുപോലെ ആനയ്ക്ക് തുമ്പിയാണ്. തുമ്പിയില്ലാച്ച ആനയുടെ കാര്യം പ്രശ്നമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. പക്ഷിക്ക് ചിറകാണ് അഭിമാനം, പോത്തിന് കൊമ്പാണ്, പല്ലും നഖവും ആണ് പുലിക്കൊക്കെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് അഭിമാനം ഉണ്ട്. കാരണം അതുകൊണ്ടാണ് അവർ ജീവിക്കുക. പാമ്പിന് വിഷമാണ്. അപ്പോൾ ഈ അഭിമാനമായിട്ടുള്ള ഈ വാല്, അത് തുണി ചുറ്റി എണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കുക. അപ്പോൾ അഭിമാനം നഷ്ടപ്പെടും. അങ്ങനെ അപമാനിച്ചു കൊണ്ട് വിടാം എന്നാൽ ചെറിയൊരു ശിക്ഷയാവുകയും ചെയ്തു. കാരണം വാല് ചൂടാവില്ലേ. വാനരൻ എന്താ കുട്ടിയെ പറ്റിയ കത്തിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള കഴിവൊന്നുമില്ല. എന്തായാലും കുറച്ചേരൊക്കെ നല്ല ചൂടും. വാനരനൊരു കുഴപ്പമുണ്ട്, ഇതിങ്ങനെ ബുദ്ധി പ്രയോഗിച്ചിട്ട് വാലിൻ്റെ കെട്ടഴിക്കാൻ നിൽക്കില്ല. കാരണം ചൂടല്ലേ. അപ്പോൾ കൈ അവിടെ ചെല്ലുമ്പോൾ കയ്യും രോമാണ് മേല് മുഴുവൻ. അപ്പോൾ കൈ ചുടും. വാലിൻ്റെ മുകളിലാണ് കുത്തിയത്. വാല് അഭിമാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ കൈ അവിടേക്ക് ചെല്ലുമ്പോൾ കൈ ഇടുമ്പോൾ വാനരൻ ഓടുക മാത്രമേ ഉള്ളൂ. ഓടുമ്പോൾ തീ പിന്നാലെ വരും. അപ്പോൾ കൂടുതൽ ചൂടുണ്ടാവുന്നല്ലാതെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ആൾ ക്ഷീണിക്കും, നല്ലോണം പരിക്ക് പറ്റും, ഉറപ്പാണ്. ഇങ്ങനെ കണക്കാക്കിയിട്ടാണ് ഈ വാലുമ്പിൽ തീ കൊടുക്കാമെന്ന് നിശ്ചയിച്ചത്. അപ്പോൾ അത് ഹനുമാന് വളരെ സന്തോഷമായി. ഹനുമാൻ 4 ചാട്ടം ചാടി ഈ തീ തൈലം പുരട്ടിയിട്ടുള്ള തുണി, അല്ലെങ്കിൽ ആ ചണനൂലെന്നാണ്, ചണനൂലുകൊണ്ട് അത്ര കെട്ടിയത്. ഏതായാലും അത് ചണനൂലുകൊണ്ട് കെട്ടി അത് തീ കൊടുത്തു. അപ്പോൾ തീ കത്തിച്ചോട് കൂടിയിട്ട് ഹനുമാൻ 4 ചാട്ടം ചാടിയപ്പോൾ ലങ്കയിലുള്ള കത്താവുന്ന എല്ലാത്തിനും തീ കൊടുത്തു. അപ്പോൾ ലങ്ക മുഴുവൻ ഒന്നിച്ച് നിന്നാണ് കത്തി. അതിൽ അശോകവനിക്ക് കത്തിയില്ല, രാവണൻ്റെ കൊട്ടാരം കത്തിയില്ല, വിഭീഷണൻ്റെ കൊട്ടാരം കത്തിയില്ല. ബാക്കിയുള്ളതൊക്കെ കത്തി നശിച്ചു. അപ്പം ഇങ്ങനെ ലങ്കയെ ചുട്ടു. അതിന് ശേഷം പ്ലുഷ്ടുവാച്ച, ലങ്കയെ ദയിപ്പിച്ചതിന് ശേഷം സഹ ഹനുമാൻ, ആ ഹനുമാൻ ഛടതി, വളരെ പെട്ടെന്ന്, ജവാൻ തേ, അവിടെ നിന്ന് ചാടി, സമുദ്രം തിരിച്ച് ഇങ്ങോട്ട് ചാടി. എന്നിട്ട് തേ, ഭഗവാനെ അങ്ങയ്ക്ക് മൗലിരത്നം, ഈ ചൂടാരത്നം സീതയുടെ തലയിൽ, അത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് രാജോപഹാരമായിട്ട് മാതാക്കളാൽ കൊടുക്കപ്പെട്ടതാണ്. കൈകേയി മാതാവാണ് അണിയിക്കണതെന്നാണ് പറയുക. ആ ചൂടാരത്നം, കാരണം ദശരഥ മഹാരാജാവിൻ്റെ ഇഷ്ടപത്നി കൈകേയിയാണ്. അപ്പോൾ കൗസല്യക്കാണ് ശരിക്കും അധികാരം, എങ്കിലും അത് കൈകേയിയാണ് കൊടുത്തത്. ആ ചൂടാരത്നം, മൗലിരത്നം ദദൗ, ഹനുമാന് കൊടുത്തത് ഹനുമാൻ ഈ ശ്രീരാമന് കൊടുത്തു. എന്നൊരു കാക്കക്കഥയും കൂടി പറഞ്ഞു. ജയന്ത് എന്നുള്ളൊരു കാക്ക ശ്രീരാമനും സീതയും കൂടിയിട്ട് സ്വകാര്യമായിട്ട് സംവദിക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതയുടെ മടിയിൽ കിടന്നുറങ്ങി. അപ്പോൾ ഈ കാലിൻ്റെ മുകളിൽ, തള്ളവരലിൻ്റെ മുകളിൽ ഈ ജയന്ത് എന്നുള്ള കാക്ക വന്നിങ്ങനെ കൊത്തി മുറിയായി. രാമൻ ഉണർന്ന് കഴിഞ്ഞപ്പോൾ ആരാ മുറിയാക്കിയത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഒരു കാക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കയെ ഇന്ദ്രൻ്റെ മകനാണ്. ഒരു പുല്ലെടുത്തിട്ട് ലക്ഷ്യം വെച്ചു ശരമായിട്ട്. അപ്പോൾ കാക്ക എല്ലാക്കിലും ഓടി, എവിടെ അഭയം കിട്ടിയില്ല, തിരിച്ചു വന്നു. എന്താ ലക്ഷീകരിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ദൃഷ്ടി ശരിയല്ല, അതുകൊണ്ട് ഒരു കണ്ണ് ലക്ഷ്യമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ കാക്കയുടെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തി. ഇന്നും കാക്കയ്ക്ക് ഒരു പുറത്തേക്കേ നോക്കാൻ കഴിയുള്ളൂ, 2 പുറത്തേക്കും നോക്കാൻ കഴിയില്ല. ഇടത്തോട്ട് നോക്കുമ്പോൾ ഇടത്ത് ഭാഗം മാത്രം കാണും, വലത്തോട്ട് നോക്കുമ്പോൾ വലതു ഭാഗം മാത്രം കാണും. നമ്മളെ മുമ്പിലേക്ക് നോക്കുമ്പോൾ പിന്നേക്ക് കണ്ണില്ല എന്ന കൂട്ടത്തിൽ. അപ്പോൾ മറ്റുള്ള പക്ഷികൾക്ക് അങ്ങനെയല്ല, 2 പുറത്തേക്കും കാണും. പക്ഷേ ഈ കാക്കയ്ക്ക് ഒരു പുറത്തേക്ക് മാത്രമേ കണ്ണ് കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു രംഗം കൂടി അവിടെ സൂചനയായിട്ട് പറയുകയും ചെയ്തു. അതിവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ
മൂന്നാമത്തെ ശ്ലോകം. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരു സമ്പാദി വാക്യ പ്രോത്തീർണാർണോധി അന്തർനഗരി ജനഗജാം വീക്ഷ്യ അങ്കുലീയം ദത്വാ ഉദ്യാനം പ്രക്ഷുദ്യ അക്ഷക്ഷപണ ചണരണ സോഢബന്ധ ദശാസ്യം ദൃഷ്ട്വാ ലങ്കാം പ്ലുഷ്ട്വാ ച സ ഹനുമാൻ ഛടതി തേ മൗലിരത്നം ദദൗ. ഈ സുന്ദരകാന്ഡം മുഴുവന് ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഈ ശ്ലോകം സ്ഥിരമായിട്ട് ചെല്ലുകയാണെങ്കിൽ രാമൻ്റെ പ്രീതി, സീതയോട് കൂടിയിട്ടുള്ള അനുഗ്രഹം കിട്ടുമെന്നാണ്. സീതാരാമേന്ദ്രന്മാരെ അനുഗ്രഹിക്കുമെന്നാണ്. ഹനുമാനും സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ ഫലം കിട്ടും. അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു സംഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വാച്യാർത്ഥം ഭഗവാൻ പറഞ്ഞത് കേട്ട് ഈ ജാമ്പവാൻ കൂടി പറഞ്ഞത് കേട്ട് ഈ ഹനുമാന് പൂർവ്വശക്തി മുഴുവൻ തിരിച്ചു കിട്ടിയപ്പോൾ ലങ്കയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്, ലങ്കയിലാണ് സീത എന്ന് സമ്പാദി കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗശക്തി കൊണ്ട് ഹനുമാൻ ലങ്കയിലെത്തി. അവിടെ യുദ്ധത്തിന് വന്നതായിട്ടുള്ള അശ്വകുമാരനെ വധിച്ചു. ലങ്ക മുഴുവൻ ചുട്ടു. സീതാദേവിക്ക് അങ്കുലീകം അടയാള മോതിരം കൊടുത്തു. തിരിച്ച് ചൂടാരത്നവും ഈ കാക്കക്കതി വാങ്ങുകയും ചെയ്തു. അത് രാവണനുമായിട്ട് സംവരിച്ചതിന് ശേഷം ശിക്ഷയായിട്ട് കിട്ടിയ വാലിൽ തീ പിടിപ്പിക്കൽ. ആ വാല് തീ പിടിപ്പിച്ചപ്പോൾ ലങ്ക കത്തിക്കാൻ സൗകര്യമായി. ലങ്ക കത്തിച്ചു. എന്നാൽ ഹനുമാൻ ഒട്ടും ചൂടുണ്ടാവാത്ത രീതിയിൽ സീത അഗ്നിയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഹനുമാന് ഈ ചൂട് അത് തണുപ്പായിട്ട് ശീതളിമയായിട്ടാണ് മാറിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. റോക്കറ്റിന് ഈ പിന്നിൽ മറ്റൊരു ഇന്ധനം ഒരു ശക്തിയാണല്ലോ എന്ന കൂട്ടത്തിൽ ഈ വാലിലെ തീയെ ഹനുമാന് ശക്തി കൂടുകയുണ്ടായി. അതും വളരെ സൗകര്യമായി. പാതിവ്രത്യ ശക്തി കിട്ടി എന്നാണ്, അനുഗ്രഹം വരമായിട്ട് കിട്ടി. അങ്ങനെ ഈ അടയാളവാക്യങ്ങൾ ലങ്ക കത്തിച്ചതിൻ്റെ ശേഷം, ലങ്ക തിരിച്ച് ഇവിടേക്ക് എത്തിയതിൻ്റെ ശേഷം ശ്രീരാമനെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തെ പ്രദാനം ചെയ്തു. രണ്ടുപേരും ശങ്കരനാരായണന്മാർ ആയി എന്ന് സാരം ആലിംഗനം ചെയ്തു. ശങ്കരനായിട്ടുള്ള ഹനുമാനും വിഷ്ണുവായിട്ടുള്ള ശ്രീരാമനും. ഹനുമൽ രാമ സംഗമം. അത് വലിയ ഉറച്ചതായിട്ടുള്ള ഒരു സംഘമായി. ഇനി വിടാത്ത തരത്തിൽ, അല്ലെങ്കിൽ തന്നെ വിടില്ല, എങ്കിലും ഒരിക്കലും വിടില്ല. മണ്ഡോദരിയുടെ ശാപമൊക്കെ ഉണ്ട്. ഈ രാവണവധത്തിന് ശേഷം മണ്ഡോദരി ഹനുമാനെ ശപിക്കുക. രാമനും ഹനുമാനും തമ്മിലുള്ളൊരു വിരഹം സംഭവിക്കട്ടെ, ഒരു വേർപ്പെടൽ സംഭവിക്കട്ടെ എന്നൊരു ഇതുണ്ട്. പക്ഷേ എങ്കിലും അത് പിന്നെ സംശയമായിട്ട് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ശ്രീരാമൻ തൻ്റെ മാറ് പിളർന്നുകൊണ്ട് സീതയെയും രാമനെയും കാണിച്ചു കൊടുക്കുന്നതായിട്ട് രംഗമൊക്കെ ഉണ്ട്. മണ്ഡോദരിയുടെ ശാപം പോലും ഈ ഭക്തനായിട്ടുള്ള ഹനുമാനെ ബാധിച്ചില്ല എന്നുള്ള കഥ അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച ഒരു രംഗം. ത്വത് വാർത്ത ആകർണന ഉദ്യത് ഗരു ദുരു ജവ സമ്പാദി വാക്യ പ്രോത്തീർണ അർണോധി അന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വ അങ്കുലീയം പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷക്ഷപണ ചണരണ സോഢബന്ധ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ എന്ന് പദച്ഛേദം. ത്വദ്വാർത്താകർണനോദ്യൽ ഗരുദുരു ജവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാ അങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഇനി അടുത്ത ശ്ലോകത്തിൽ. ഇപ്പോൾ 2 ശ്ലോകം വന്നപ്പോൾ 40 മിനിറ്റ് ആയി. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ.